അവർ നേരം വെളുത്താൽ പെണ്ണുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ഊരോണ്ട് കാട്ടി എക്സസൈസ് ചെയ്യും. അരച്ചാൽ മതി. അരച്ചാൽ ഈ ഇങ്ങനെ കാട്ടേണ്ട ഈ ഡാൻസ് എടുക്കേണ്ട എക്സസൈസിൻ്റെ ആവശ്യമില്ല. മനസ്സിലായില്ല? ഇപ്പോൾ റോഡ് സൈഡിലൊക്കെ കാണാം പെണ്ണുങ്ങൾ ഇങ്ങനെ എന്ത് പെണ്ണുങ്ങളോ ആണുങ്ങൾ നിന്നിട്ട് ഒന്നിങ്ങനെ ആക്കി ഒന്നിങ്ങനെ വട്ടത്ത് ചുറ്റി ഈ ജാതിയൊക്കെയാണ് ഇപ്പോഴത്തെ വ്യായാമങ്ങൾ കാണാറ്. റോഡ് മുഴുവൻ പെണ്ണുങ്ങളോടത്ത് ചിലപ്പോൾ ഒരു പച്ച നാടെങ്ങനെ കിട്ടും. ഇന്ത്യ കണ്ടിട്ടില്ലേ? അരക്കൽ പതിവായ പെണ്ണിനെതിരെ ഇങ്ങനെ ആക്കി എക്സസൈസിൻ്റെ ചെയ്യേണ്ട ആവശ്യം. ഇപ്പം അരക്കാനുള്ള പരിപാടി ഇല്ല. അമ്മയിലിട്ടിട്ട് അരച്ച് എത്ര വട്ടാണ് അവർ ഈ എന്താ പറയുക അരക്കെട്ട് എത്ര വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുക. അത് വലിയൊരു എക്സസൈസ് വ്യായാമമാണ്. കല്യാണങ്ങളിലും ആഘോഷങ്ങളിലൊക്കെ നമ്മൾ കപ്പയെ അതേ പ്രൊമോട്ട് ചെയ്ത് കാണിക്കും. അതേസമയത്ത് ചേന ചേമ്പ് കാച്ചിലാണ് സാധനത്തിന് ഒരു പ്രാധാന്യം നമ്മൾ കൊടുക്കില്ല. നമ്മളെ മുതൽ അതാണ്. നമ്മുടെ ബോഡിയുടെ മെക്കാനിസത്തോട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട വിഭവമാണ് എന്ത്? ചേനയും ചേമ്പും കാച്ചിലും കൗത്തും ഭയങ്കര ബന്ധമാണ്. അത് നിത്യമായി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാലോ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന 99% രോഗങ്ങൾ ഉണ്ടാവില്ല. കൃത്യമായി നമ്മൾ കൊണ്ടുപോകണം. മുൻഗാമികൾക്കില്ല. വളരെ നല്ലൊരു സാധനമാണ് കുത്തരിയുടെ കഞ്ഞി, തവിടുള്ള കഞ്ഞി. നല്ലതാണ്. ഇന്ന് നമ്മൾ മട്ട എന്ന പേരിലും മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നത് പലപ്പോഴും വിശ്വസിക്കരുത്. എന്തുകൊണ്ട്? അതിലും ചില എന്താ പറയുക കള്ളത്തരങ്ങൾ കടന്നുകൂടിയതായി അനുഭവസ്ഥന്മാർ പറയുന്നുണ്ട്. ഞാനങ്ങനെ പുറത്തുനിന്ന് അരി വാങ്ങുന്ന അങ്ങനെയാണ് സാധാരണയായി അതൊരാളല്ല. പ്രത്യേകിച്ച് മട്ടയൊന്നും പുറത്തുനിന്ന് വാങ്ങേണ്ട ഒരു ആവശ്യം വരാറില്ല. നമ്മളെ പാടത്തന്നെ ഇപ്പോഴും കൃഷി ചെയ്തുകൊണ്ട് അതിലെ അരിയാണ് ഉപയോഗിക്കാറുള്ളത്. പഠിച്ചവൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട്. അപ്പം അതുകൊണ്ട് അതിൻ്റെ എന്താ പറയുക അതിൻ്റെ പൂർണ്ണമായ ഫലം അനുഭവിക്കാൻ കഴിയുകയും ചെയ്യും. ഞാൻ നിങ്ങളോട് പറയുന്നത് മട്ട തന്നെ ആവണം എന്ന് ശ്രദ്ധിക്കാം. അത് പഴയ കാലത്ത് അങ്ങനെയാണ്. ഒന്ന് എന്താ പറയുക മില്ലുകളില്ല, റൈസ് മില്ലുകൾ അക്കാലത്ത് ഇല്ല. കുത്തണം. അപ്പോൾ കുത്താൻ സാധുക്കളായ ജനങ്ങൾ കൂടുതൽ കുത്തൂല. ഉമ്മിയാണ്ട് ഒഴിവാക്കിയിട്ട് ബാക്കി കഴിക്കും. മുതലാളിമാർ ആണ് നല്ലോണം വെളുപ്പിച്ച് കുത്തുക. അവർക്കൊക്കെ പ്രമേഹം ഉണ്ടാവും ചെയ്തിരുന്നു. മുതലാളിമാർക്കൊക്കെ പ്രമേഹം ഉണ്ടായിരുന്നു. എന്തുകൊണ്ട്? അവർ വെളുപ്പിച്ച് അരിയിലെ തവിടുന്ന ഏറ്റവും വലിയ പോഷകം മുഴുവനും കളയും മുതലാളിമാർ. മുതലാളിമാർക്കൊക്കെ എൻ്റെ കുട്ടിക്കാലം മുതലേ കയറിയിരുന്നു. മുതലാളിമാർക്കൊക്കെ എൻ്റെ കുട്ടിക്കാലത്തേ നമ്മുടെ നാട്ടിലെ മുതലാളിമാർക്കൊക്കെ പ്രമേയമുണ്ട്. സാധുക്കൾക്കില്ല. എന്തുകൊണ്ട് സാധുക്കൾക്കില്ല? സാധുക്കൾ പിന്നെ വൈകുന്നേരം വരെ പണിയെടുത്തിട്ട് കുറച്ച് കിട്ടുന്ന നെല്ല് അത് ഓട്ടിലിട്ട് വറുത്തിട്ട് അത് തന്നെ കുത്തിയിട്ട് കഞ്ഞിയാക്കിയിട്ടാണ് അവർ മക്കൾക്ക് കൊടുത്ത് കുടിക്കുന്നത്. അപ്പോൾ അവർക്ക് ഈ നടുവൊടിഞ്ഞ് പണിയെടുത്ത് വൈകുന്നേരം 7 മണി മുതൽ രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ പാടത്ത് പണിയെടുത്ത മനുഷ്യന് പിന്നെ അങ്ങനെ വെളുപ്പിച്ച് കുത്താനൊന്നും കഴിയില്ല. വെളുപ്പിക്കുന്നത് ദോഷമാണ് എന്നുള്ള അറിവല്ല അവരെ അതിനെ പ്രേരിപ്പിച്ചത്, അവരുടെ പ്രയാസം. അതുകൊണ്ട് മുതലാളിമാർക്ക് അവർ നെല്ല് കുത്തുന്നവർ നല്ലോണം കുത്തി കൊടുക്കും. മുതലാളിമാർക്ക് നല്ലോണം പ്രമേയം ഉണ്ടാവും ചെയ്തു. സാധുക്കൊക്കെ അതിന് കുത്താൻ കഴിയില്ല. കാരണം എന്തുകൊണ്ട്? അവർക്ക് ക്ഷീണം, അനാരോഗ്യം, നേരമില്ല. അതവർക്ക് ആരോഗ്യം ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ സിസ്റ്റം ദാരിദ്ര്യമാണ്. ഈ ദാരിദ്ര്യം എന്ന സിസ്റ്റത്തിൽ നിന്നാണ് നമുക്ക് എപ്പോഴും എന്തുണ്ടായത്? ആരോഗ്യം ഉണ്ടായത്. ആ സിസ്റ്റം 970 ശേഷം നമ്മൾ തകർത്തു. അതിന് കാരണം ഗൾഫാണ്. ഗൾഫ് പോലെ ഗൾഫിനെ കുറ്റം പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം വരില്ല. അതുകൊണ്ടാണ് ഞാൻ എല്ലാ പ്രസംഗത്തിലും ഗൾഫിനെ കുറ്റം പറഞ്ഞത്. കാരണം ഇത്തരം ഒരു വൃത്തികെട്ട സാധനം, ഒരു കാര്യം ആകാശഭൂമികൾക്കിടയിൽ ഉണ്ടായിട്ട് നശിച്ചു. നാട് നശിച്ചു. ഗൾഫ് കൊണ്ട് നാട് നശിച്ചു പോയി. എല്ലാ നിലയിലും നശിച്ചു പോയി. അപ്പം നിങ്ങൾ പറയും ഇവിടെ പള്ളി മദ്രസ എന്തിനാണ് എത്ര പള്ളി ഇത്ര മദ്രസയൊക്കെ എന്തിനാണ്? ആവശ്യത്തിനൊക്കെ പോരെ എല്ലാ കാര്യങ്ങളും. എന്തിനാ ഇതൊക്കെ തല്ലുണ്ടാക്കല്ലേ ചെയ്തത്? ഇതിനാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നത്. ഒന്ന്. പിന്നെ നമ്മൾ എന്താ ഒരു സാധാരണഗതിയിൽ ആദനബിയുടെ കാലം മുതലേ ചെറിയ വീടുകൾ നമ്മൾ പാർത്തു. അത്ര തന്നെ ആവശ്യമുള്ളൂ. ഇതിനാണ് വലിയ വീടൊക്കെ ഉണ്ടാക്കിയത്. നമ്മളൊക്കെ വലിയ വീടുണ്ടായി ഗൾഫ് വന്നപ്പോൾ. അപ്പം ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഞാൻ പിന്നെ ഒന്ന് ഗൾഫിനെ 2 ചവിട്ട് കൊടുത്തില്ലെങ്കിൽ എനിക്കൊരു പ്രസംഗത്തിൽ റാഹത്ത് കിട്ടില്ല എന്നതുകൊണ്ടാണ്. കാരണം അങ്ങനെയാണ്. അത് എത്ര കേരളത്തിനെ നശിപ്പിച്ച ഒരു സാധനം ഗൾഫ് പോലെയില്ല. അത് വളരെ സത്യമാണ്. അത് നിങ്ങൾക്ക് അതിൻ്റെ ഡീപ്നെസ് നിങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ്. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. നമ്മളെല്ലാ നിങ്ങൾക്ക് പ്രമേയം ഉണ്ടായി. എന്താ കാരണം? ഗൾഫ്. നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഉണ്ടായി. എന്താ കാരണം? ഗൾഫ്. നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾക്ക് ക്യാൻസർ കൂടി. എന്താ കാരണം? ഗൾഫ്. എന്താ അതിന് കാരണം?
ഗൾഫിൽ നിന്ന് ക്യാൻസർ ഇങ്ങനെ വന്നിട്ട് മനുഷ്യൻ്റെ തടി കയറിയതല്ല. സിസ്റ്റം മാറിയപ്പോൾ സിസ്റ്റം മാറിക്കഴിഞ്ഞാൽ എല്ലാം നാശമാവും. നമ്മളെ സിസ്റ്റത്തിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുവരൽ, നിർബന്ധ സാഹചര്യത്തിൽ തിരിച്ചു കൊണ്ടുവരലാണ് ഈ പ്രഭാഷണത്തിൻ്റെ ലക്ഷ്യം. അതൊരു പ്രബോധനത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതാണ് പ്രബോധനവും. എന്താണ് ഈ പ്രബോധനം? നിസ്കരിക്കുന്ന എല്ലാവരും നിസ്കരിക്കുന്ന നാട്ടിൽ തന്നെ നിസ്കരിക്കണം എന്ന് പറയുന്നത്. എല്ലാവരും പണി എന്താ? നിസ്കരിക്കുക. അത് നിസ്കരിക്കൽ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അതിന്മേൽ പെട്ടുപോയി, അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തയില്ല. അല്ലാഹു സുബ്ഹാനഹു തആല ഈ നുബുവത്ത് എന്ന ഈ പ്രവാചകത്വം കൊടുത്തതൊക്കെ ആരോഗ്യവാന്മാരായ ആളുകൾക്കാണ്. എല്ലാവരും കയ്യിൽ അവർക്ക് ഒരു ധാന്യമണിയോ ഒരു രൂപയോ ഒന്നും ഇല്ലെങ്കിൽ പോലും നിറഞ്ഞ ആരോഗ്യമാണ് എല്ലാവർക്കും. ജെറൂസലമിലെ വലിയ പള്ളിയിലേക്ക് ക്രിസ്തു വരുന്നത് കണ്ടപ്പോൾ അവിടുത്തെ പലിശ കച്ചവടക്കാർ ഓടിയതാണ് ചരിത്രം. എന്തുകൊണ്ട്? അങ്ങോട്ട് കിട്ടും. ആരാ ഈ മനുഷ്യൻ ചരിത്രം കണ്ട ഏറ്റവും വലിയ ദരിദ്രൻ? പക്ഷെ ആരോഗ്യമുണ്ട്. ആ മനുഷ്യനോട് അടിക്കാൻ കഴിയില്ല. അതാണ് സയ്യിദുനാ ഈസ. അവർക്ക് യേശു ആരോഗ്യവാനാണ്. സയ്യിദുനാ മൂസ ആരോഗ്യവാനാണ്. ആദം ആരോഗ്യവാനാണ്. നൂഹ് ആരോഗ്യവാനാണ്. ഷീസ് ആരോഗ്യവാൻ. ഇദ്രീസ് ആരോഗ്യവാൻ. ആരാ ആരോഗ്യമില്ലാത്ത? ലോകം കണ്ട ഏറ്റവും വലിയ ആരോഗ്യവാനല്ലേ മുഹമ്മദ് മുസ്തഫ. അപ്പം ഇത് പ്രബോധനത്തിൻ്റെ മർമ്മമാണ്. നിർബന്ധമായി നമ്മൾ പഴയ ആരോഗ്യത്തിലേക്ക് തിരിച്ചു പോകണം. ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് പ്രമേഹം ഇല്ലാതാകും. ഇംഗ്ലീഷ് ഗുളിക കുടിച്ചുകൊണ്ട് നടക്കരുത്. ഇംഗ്ലീഷ് ഗുളിക നമ്മളെ ക്ഷയിപ്പിച്ചു. ഇംഗ്ലീഷ് ഗുളികയുടെയും ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെയും വ്യാപനത്തിന് വേണ്ടിയാണ് ഏഷ്യൻ രാജ്യങ്ങളിൽ 1-2 ലോകമഹായുദ്ധങ്ങൾ ഉണ്ടാക്കിയത്. ഇത് രണ്ടും 20-ാം നൂറ്റാണ്ടിലുണ്ട്. ഇതിൻ്റെ പിന്നിൽ നടന്നത് എന്താ? ചതി. എന്ത് ചതി? ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വന്നതോടുകൂടെ നമ്മുടെ സിസ്റ്റം തകർന്നു. നമ്മുടെ സിസ്റ്റത്തിൽ എന്തായിരുന്നു? മൊറാലിറ്റി എന്നൊരു വാക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലില്ല. കാരണം ഇംഗ്ലീഷുകാരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ പറഞ്ഞത് കുരങ്ങിൽ നിന്നാണ്. അതിനെന്ത് മൊറാലിറ്റിയാണ്? അപ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൽ മൊറാലിറ്റി ഇല്ല. ധാർമ്മിക വിദ്യാഭ്യാസത്തിൽ മൊറാലിറ്റി അല്ലാതെ മറ്റൊന്നുമില്ല. അത് പഴയകാല ക്രൈസ്തവ പള്ളിക്കൂടങ്ങളാണെങ്കിലും പഴയ കാലത്തെ ഹൈന്ദവ ഗുരുകുലങ്ങളാണെങ്കിലും പഴയ കാലത്തെ മുസ്ലിം ഒത്തുപള്ളികളാണെങ്കിലും അതൊക്കെ മോറൽ സൈഡിലാണ് ആളുകളോട് സംസാരിച്ചത്. വെറും മോറൽ സൈഡാണ്. ധർമ്മം, അന്യൻ്റെ മുതലെടുക്കരുത് അന്യൻ്റെ മുതലെടുക്കരുത് ഇംഗ്ലീഷുകാർ പറയില്ല. കാരണം അന്യൻ്റെ മുതലെടുത്ത് മാത്രം ജീവിക്കുന്ന ഒരു ജനതയാണ്. ഇപ്പോഴും അവരുടെ പണി എന്താ? കക്ക. ലോകത്ത് മോഷണത്തിന് വേണ്ടി മാത്രം ഉണ്ടായൊരു ജനതയാണ് യൂറോപ്പുകാർ. അവർ മോഷണത്തിൽ മാത്രം ജീവിച്ചു. ഇപ്പോഴും അവർ പണി എന്താ? ഏഷ്യൻ രാജ്യങ്ങളിൽ കക്ക. അല്ല, ഏഷ്യക്കാരെ കൊന്നിട്ട് കട്ടുകൊണ്ട് പോവുക. എല്ലാം കണ്ടതൊക്കെ കക്കാൻ. എണ്ണ മാത്രമൊന്നുമില്ല, എല്ലാം കക്കുക തന്നെ. ലോകത്തെ ഏറ്റവും കൂടുതൽ കയറ്റുമതി കുറവായ രാജ്യമാണ് ഏറ്റവും ദരിദ്ര രാജ്യം. ലോകത്തെ ഏറ്റവും കയറ്റുമതി കുറഞ്ഞ രാജ്യത അമേരിക്ക. ലോകത്തെ ഏറ്റവും ഇറക്കുമതി കൂടിയ രാജ്യത അമേരിക്ക. അപ്പോൾ ഏറ്റവും ദരിദ്രമാകേണ്ട രാജ്യത അമേരിക്ക. എന്നാൽ ലോകത്തെ ഏറ്റവും സമ്പന്ന രാജ്യത അമേരിക്ക. എന്താ കാരണം? കക്കൽ. അമേരിക്ക എന്താ ലോകത്തേക്ക് കയറ്റിവിടുന്നത്? ലോകത്തെ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഒന്ന് ബംഗ്ലാദേശ്. ലോകത്തെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളൊന്നും ബംഗ്ലാദേശ്. എന്താ അങ്ങനെ? കയറ്റുമതി ചെയ്യുന്ന ലോകത്തെ രാജ്യങ്ങളിലൊക്കെ ഒരു വിഭവം കയറ്റുമതി ചെയ്യുമ്പോൾ അവർക്ക് സാമ്പത്തികമായി ഉയർച്ചയല്ലേ ഉണ്ടാവേണ്ടത്? പക്ഷേ ഇല്ല. ഇതൊക്കെ വല്ല പഠിക്കണം. ഇതിനൊക്കെ വലിയ ചതിയാണ്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, തിരിച്ചു വരാം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയാം, നമുക്ക് പടച്ച തമ്പുരാൻ ഏതൊരു മതവും അത് അംഗീകരിക്കും. ഹൈന്ദവതയും ക്രൈസ്തവതയും ഇസ്ലാം ഒക്കെ അംഗീകരിക്കുക. അതാണല്ലോ നമ്മുടെ അടിസ്ഥാനം. അംഗീകരിക്കുന്നൊരു കാര്യം എന്താ? പടച്ച തമ്പുരാൻ നമ്മളെ ഒരു നാട്ടിൽ ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ നാടുമായി നമ്മളുടെ ശരീരത്തിൻ്റെ മെക്കാനിസത്തിന് വലിയ ബന്ധമുണ്ടാവും. അപ്പോൾ ആ മണ്ണിലെ സിസ്റ്റമാണ് നമ്മുടെ സിസ്റ്റം. ആ സിസ്റ്റത്തിനനുസരിച്ച് പോയാൽ പിന്നെ ഒരു മരുന്നും നമുക്ക്, കാരണം ഇതിലെല്ലാം ആ ബോഡിക്ക് ആവശ്യമായതെല്ലാം അതിലുണ്ടായിരിക്കും. വിരുന്ന് വന്നതിനേക്കാൾ നമ്മൾ പരിഗണിക്കേണ്ടത് എന്താ? സ്വന്തം നാട്ടിലെ ആഹാരത്തിന്. ഞാൻ ഉദാഹരണം പറയാം. ഇപ്പോൾ ഇന്ന് നമ്മൾ ചർച്ചയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ചേന, ചേമ്പ്, കാച്ചിൽ എന്ന് പറയും, പിന്നെ എന്താ പറയുക, കാവിത്ത് എന്ന് പറയും. നമ്മളെ മലബാറിൽ കാവിത്ത് എന്ന് പറയും. കാവിത്ത്, അത്
കാച്ചിൽ മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ചുവപ്പ് ഉണ്ടാവും, ചിലപ്പോൾ ഒരു തരം വയലറ്റ് കളറ് വരുന്ന കാവത്തെന്ന് അറിയില്ല, കാവത്തെന്ന് പറയും, കാവത്തെന്ന് പറയും. തെക്കിനതിന് കാച്ചിൽ എന്ന് പറയും. പൊതുവെ പിന്നെ എന്താ പറയുക, പൊതുവേ നമ്മുടെ ഡിക്ഷണറിയിലെല്ലാം മലയാള ഡിക്ഷണറിയിലൊക്കെ കാച്ചിൽ എന്നാണ്. കാച്ചിൽ കാവത്ത്. നമ്മളെ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലൊന്നും വള്ളി 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 അങ്ങനെ അടിയിലേക്ക് ഇറങ്ങായി അല്ലേ, അങ്ങനെയല്ലേ കാവത്ത്. ഭയങ്കര വിഭവം. ഈ മൂന്ന് ഇതിനെപ്പറ്റിയുള്ള പഠനമാണ്. ഇതൊരു പഠനമാണ്, വല്ലാത്തൊരു പഠനമാണ് നമ്മൾ നടത്താൻ പോകുന്നത്. തീർന്നിട്ടില്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പറയും. കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കലാണ് എൻ്റെ ആവശ്യം. ചിലപ്പോൾ തീരും, ഇല്ലെങ്കിൽ വീണ്ടും അതിന് അടുത്ത ക്ലാസ് പറയും. കാരണം അത്രയും പറയാനുള്ള ഒരു വിഷയമാണ് ഈ മൂന്ന് കാര്യം. അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മളെ അടിസ്ഥാന വിഭവങ്ങളാണ്. പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യത്തെ ആദ്യത്തെ കൃഷി ചേമ്പാണെന്നാണ്. കൃഷിയിൽ ഏഷ്യൻ രാജ്യത്തെ ഏറ്റവും ആദിമ കൃഷിയാണ് എന്ത്? ചേമ്പ്. ആദിമ കൃഷി. ആ സാധനം അന്ന് നമ്മളെ തീന്മേശയിലില്ല. ചേനയും ചേമ്പും കൗത്തുപ്പം നമുക്ക് തീന്മേശയില്ല. ഉണ്ടാകുകയാണെങ്കിൽ തന്നെ എന്താ ഉള്ളത്? കപ്പ, പൂള, കപ്പ. ഈ കപ്പ വരുത്തനാണ്. കപ്പ നമ്മളെ മുതലേ അല്ല. കപ്പ 17-ാം നൂറ്റാണ്ടിലാണ് കേരളത്തിലെത്തുന്നത്. കപ്പ എന്ന് പറഞ്ഞാൽ പിന്നെ അത് അടിസ്ഥാനപരമായി കപ്പ ബ്രസീലിൻ്റെ വിഭവം. ബ്രസീൽ മനസ്സിലാവേണ്ട പറഞ്ഞത്, തെക്കൻ അമേരിക്കൻ രാജ്യമായ ബ്രസീലിൻ്റെ വിഭവമാണ് എന്ത്? കപ്പ. 17-ാം നൂറ്റാണ്ടിൽ കപ്പയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് പോർച്ചുഗീസുകാരാണ്. ഒന്നിരിക്കൽ 16-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം അല്ലെങ്കിൽ 17-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം, അങ്ങനെയായിരിക്കും. 16-ാം നൂറ്റാണ്ടാണല്ലോ പ്രധാനമായും പോർച്ചുഗീസുകാർ കേരളം ഭരിച്ച കാലം. അപ്പോൾ 16-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലോ 17-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലോ ബ്രസീലിൽ നിന്ന് പോർച്ചുഗീസുകാർ കപ്പലിൽ കയറ്റിയിട്ട് കേരളത്തിൽ എത്തിച്ച സാധനമാണ് എന്ത്? കപ്പ. കപ്പലിലെത്തിയത് കൊണ്ട് അതിന് കപ്പ എന്ന് പേരിട്ടു. അതാണ് കപ്പ. കപ്പലിലെത്തിയതിന് കപ്പ എന്ന് പേരിട്ടതാണ്. അതാണ് കപ്പ. അത് ചിന്തിച്ചു. കപ്പൽ വന്ന സാധനമാണ് അത്. അതിൽ നമ്മൾ ഇറക്കുമതി ചെയ്ത സാധനം നമ്മളെ മുതലേ അല്ല. അപ്പം നമ്മൾ ഇന്നിപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ ഇന്ന് നമ്മളെ കല്യാണങ്ങളിൽ വരെ എന്താ കാണുക? കപ്പപ്പുഴുക്ക്, കപ്പ ബിരിയാണി. അതായത് കല്യാണങ്ങൾ ഒരു വേറിട്ട വിഭവമായി നമ്മൾ വെക്കുന്ന ഒരു സാധനമാണ് എന്ത്? കപ്പ ബിരിയാണി, കപ്പപ്പുഴുക്ക്. ഇതൊക്കെ നമ്മൾ സ്ഥിരമായി നമ്മളെ വീടുകളിൽ കാണും. കല്യാണങ്ങളിൽ, ആഘോഷങ്ങളിലൊക്കെ നമ്മൾ കപ്പയെ പ്രൊമോട്ട് ചെയ്ത് കാണിക്കും. അതേസമയത്ത് ചേന, ചേമ്പ്, കാച്ചിലാണ് സാധനത്തിന് ഒരു പ്രാധാന്യം നമ്മൾ കൊടുക്കില്ല. നമ്മളെ മുതൽ അതാണ്. നമ്മുടെ ബോഡിയുടെ മെക്കാനിസത്തോട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട വിഭവമാണ് എന്ത്? ചേനയും ചേമ്പും കാച്ചിലും കൗത്തും. ഭയങ്കര ബന്ധമാണ്. അത് നിത്യമായി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാലോ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന 99% രോഗങ്ങൾ ഉണ്ടാവില്ല. കൃത്യമായി നമ്മൾ കൊണ്ടുപോകണം. മുൻഗാമികൾക്കില്ല. മുൻഗാമികൾക്ക് ഇങ്ങനത്തെ മുൻഗാമികൾക്ക് വലിയ വയറില്ലല്ലോ. പണ്ടത്തെ ആളുകൾക്ക് വയറില്ല. എന്താ കാരണം? രണ്ട് കാരണങ്ങൾ. ഒന്ന്, ഇത്തരം സാധനങ്ങൾ അവർ കഴിക്കും. കുടലിൽ ഈ സാധനം കഴിക്കുന്നവർക്ക് കുടലിൽ ഒരു സാധനം കെട്ടിക്കൂല. കുടലിൽ കെട്ടി നിന്നാലാണല്ലോ എന്തുണ്ടാവുക? അതെ. പിന്നെ നമ്മൾ ഈ അടിവയറ്റിൽ എന്താണെന്നറിയാം, അടിവയറ്റിൽ നീര് പോലെ കാര്യങ്ങൾ കെട്ടി നിൽക്കും. അതും ചേന, ചേമ്പ്, ചേനത്തണ്ട്, ചേമ്പും തണ്ട്, കാവുത്ത്. ചേന, ചേമ്പ്, ചേനത്തണ്ട്, കാവുത്ത് ഇതൊക്കെ കഴിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും നീര് ബോഡിയിൽ കെട്ടി നിൽക്കില്ല. മലം അശേഷം കെട്ടി നിൽക്കില്ല. മലം കെട്ടി നിൽക്കുകയില്ല. മലം കെട്ടി നിന്നിട്ട് അത് കൂടുമ്പോഴാണ് ഈ നീര് കെട്ടലും ഈ വയറ് വീർക്കലും ഉണ്ടാവുന്നത്. എല്ലാം നല്ലതാണ്. ചേമ്പ് ചെറിയ ചേമ്പും വലിയ ചേമ്പും മാത്രമൊന്നുമല്ല, ഒരുപാട് തരം ചേമ്പുകളുണ്ട്. ഇതെല്ലാം അടിസ്ഥാന ഗുണം എല്ലാ ചേമ്പിനും ഒന്നാണ്. പിന്നെ വേറിട്ട പല ഗുണങ്ങളും, ഓരോന്നിനും ഔഷധ ഗുണങ്ങൾ. ചേമ്പ് ഒരു ഔഷധമാണ്. ഈ ഭൂഗോളത്തിൻ്റെ മുകളിൽ കിഴങ്ങ് വർഗത്തിലെ ഏറ്റവും ഔഷധമായ സാധനം ആണ് എന്ത്? ചേന എന്ന് ഓക്സ്ഫോർഡിൻ്റെ പഠനമുണ്ട്. ചേന ലോകത്തെ ഏറ്റവും വലിയ
കിഴങ്ങ് വർഗങ്ങളിൽ ഏറ്റവും വലിയ ഔഷധമാണ് എന്ത്? ചേനാന്ന് ഓക്സ്ഫോർഡിൻ്റെയും കേംബ്രിഡ്ജിൻ്റെയും പഠനമുണ്ട്. ഈ 21ാം നൂറ്റാണ്ടിൽ കേംബ്രിഡ്ജ് ഓക്സ്ഫോർഡിന് പഠനം നടത്തിയിട്ടുണ്ട് നമ്മളെ നാട്ടിലെ കാവുത്തിനെ പറ്റി, ചേമ്പിനെ പറ്റി, ചേനയെ പറ്റി. ചേന എന്ന് പറഞ്ഞ മണ്ണിലുണ്ടാകുന്ന വിഭവങ്ങളിൽ ഒരിക്കലും ഭക്ഷണത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് ചേന, ചേമ്പ്, കാവുത്ത്. ഒരു ബോധം നമുക്കില്ല. മാസത്തിൽ പോയിട്ട് ഒരു കൊല്ലത്തിൽ ഒരിക്കലും ഈ സാധനം ഉപയോഗിക്കാത്തവരാണ് നമ്മൾ. ആണോ അല്ലേ? ആണോ അല്ലേ? ആണോ അല്ലേ? ഒരു കൊല്ലത്തിൽ ഒരിക്കൽ പോലും ചേനയും ചേമ്പും കാവുത്ത് ഉപയോഗിക്കാത്തവർ. ഇത് വിളയുന്ന ഒരു നാട്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഒരു കാവത്തിൻ്റെ ചെറിയൊരു കഷ്ണം ചാണകവും കുറച്ച് വെണ്ണീർ കൂട്ടിയിട്ട് മണ്ണിലാണ് കുത്തിവെച്ചാൽ അതങ്ങോട്ട് വളരും. പിന്നെ വള്ളി പടർത്താൻ പറ്റിയ എന്തെങ്കിലും ഒരു മരമോ മറ്റോ ഉണ്ടായാൽ മതി, അതങ്ങോട്ട് വളരുമെന്ന് പറഞ്ഞാൽ ചില കാവത്തിനെ കുഴിച്ചെടുത്താൽ തീരൂല അല്ലേ? എത്രയോ ഒരു മനുഷ്യൻ്റെ അത്ര ഉണ്ടാവും ചില കാവത്തൊക്കെ. നമ്മളെ മണ്ണിൻ്റെ പ്രത്യേകതയാണിത്. അതെ, മണ്ണിൻ്റെ അടിയിലേക്ക് അതങ്ങോട്ട് പോകും. ആനത്തലയോളം ഇപ്പോൾ കുമ്പത്തിലെ ചേന പോലെ എന്നൊരു പ്രമാണമുണ്ട്, ഒരു പഴഞ്ചൊല്ലുണ്ട് കേരളത്തിൽ, കുമ്പത്തിലെ ചേന പോലെ. എന്താ കാരണം? കർഷകർക്കിടയിലുള്ള ഒരു ഉപമാവാക്യാണിത്. ഒരു സാധനത്തിന് വലിപ്പം കൂടിയാൽ കുമ്പത്തിലെ ചേന പോലെ ഉണ്ടല്ലടാ. കുമ്പത്തിൽ ചേന കുഴിച്ചിട്ടാൽ ആനയുടെ അത്ര വലിപ്പം ഉണ്ടാവും എന്നാണ് പഴമക്കാർ പറയുക. അടി അതെ 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 അതെ. ഇത് മരുഭൂമി പറ്റൂല, മരുഭൂമിയിൽ ടൈറ്റായ ഭൂമിയാണ്, അത് ഈ സാധനം ഉണ്ടാവില്ല. നമ്മൾ നടന്ന അത്ര വളരെ സോഫ്റ്റായ മണ്ണാണ്. ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ മൂലകങ്ങൾ അടങ്ങിയ മണ്ണാണ് നമ്മളെ മണ്ണ്. മരുഭൂമിയിലെ മണ്ണ് പോലെയല്ല. മരുഭൂമിയിലെ മണ്ണും നമ്മളെ മണ്ണും നമ്മൾ ഒരു സാധനം വളരാൻ ആവശ്യമായ എല്ലാവിധ ലവണങ്ങളും അടങ്ങിയതാണ് നമ്മളെ മണ്ണ്. അപ്പം അങ്ങനെ വളർന്നോളും. ഈ കാവത്തിനും ചേനക്കൊക്കെ ഓരോന്നിനും ചെറിയ ചെറിയ വേര് അപ്പോൾ പൊട്ടിക്കൊണ്ടേയിരിക്കും. ഈ വേര് മുഴുവനും അതിനെ അന്നജമെത്തിക്കും. കുഴിച്ചിടും, ചെറിയ അടർത്തിയായിട്ട് ഒരു കഷ്ണം മതി. ആ കഷ്ണം പിന്നെ ആനത്തല പോലെ അല്ലാണ്ട് വളരും. ലോകത്തിന് പറ്റിയ മണ്ണ് കേരളം പോലെ ഏതാ? പക്ഷെ കേരളീയന് ഇപ്പം ആ പണിയില്ല. 10 സെന്റ് ഭൂമിയേ ഉള്ളൂ. 10 സെന്റ് ഭൂമി മതി ചേന ഉണ്ടാക്കാൻ, 10 സെന്റ് ഭൂമി മതി ചേമ്പുണ്ടാക്കാൻ, 10 സെന്റ് ഭൂമി മതി കാവുത്തുണ്ടാക്കാൻ. കാവുത്ത് എന്താ കാച്ചില്? ഒരു 10 സെന്റ് ഉള്ളവന് എന്താ? പക്ഷെ അവന് ബോധം വേണം. ഇന്നിപ്പോൾ പെണ്ണുങ്ങൾ ചോദിക്കുകയാണ്, ഒരു പണിക്കാരനെ എവിടുന്ന് കിട്ടുക? നമുക്കിപ്പോൾ ഈ പ്രസംഗം കേട്ടിട്ട് കുറച്ച് പണി ചില പെണ്ണുങ്ങൾക്കൊക്കെ ഈമാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ പെണ്ണുങ്ങൾ ചോദിക്കുക, നമുക്ക് പണിക്കാരനെ എവിടുന്നാ കിട്ടുക? ഒരു പണിക്കാരനെ എവിടുന്നാ കിട്ടുക എന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത്. അങ്ങനത്തെ ഒരു കാലാണ്. അലക്ക് മെഷീന് എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചു പോയാൽ സാധനം അങ്ങനെ കൂട്ടിടും. ഞാൻ അലക്ക് മെഷീൻ തിരിച്ച് ക്ലിയറാക്കി വരാതെ അലക്കൂല, കാരണം അലക്കാനവർക്ക് കഴിയൂല. അതാണ് പുതിയ കാലം. അരക്ക് മെഷീന് പിന്നെ ആയാൽ പിന്നെ അന്ന് അരക്കാത്ത ഭക്ഷണം കറി ഉണ്ടാക്കുക. എന്തുകൊണ്ട്? അരക്കാൻ വയ്യ. അങ്ങനെയൊക്കെയാണ്. അവർ നേരം വെളുത്താൽ പെണ്ണുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ഊരോണ്ട് കാട്ടി എക്സസൈസ് ചെയ്യും. അരച്ചാൽ മതി. അരച്ചാൽ ഈ ഇങ്ങനെ കാട്ടേണ്ട ഈ ഡാൻസ് എടുക്കേണ്ട എക്സസൈസിൻ്റെ ആവശ്യമില്ല. മനസ്സിലായില്ല? ഇപ്പോൾ റോഡ് സൈഡിലൊക്കെ കാണാം പെണ്ണുങ്ങൾ ഇങ്ങനെ, പെണ്ണുങ്ങളോ ആണുങ്ങളോ നിന്നിട്ട് ഒന്നിങ്ങനെ ആക്കി ഒന്നിങ്ങനെ വട്ടത്തി ചുഴറ്റി, ഈ ജാതിയൊക്കെയാണ് ഇപ്പോഴത്തെ വ്യായാമങ്ങൾ കാണാറ്. റോഡ് മുഴുവൻ പെണ്ണുങ്ങളോടത്ത് ചിലപ്പോൾ ഒരു പച്ച നാടെങ്ങനെ കിട്ടും. എന്തേ കണ്ടിട്ടില്ലേ? അരക്കൽ പതിവായൊരു പെണ്ണിനെതിരെ ഇങ്ങനെ ആക്കിയിട്ട് എക്സസൈസിൻ്റെ ചെയ്യേണ്ട ആവശ്യം. ഇപ്പം അരക്കാനുള്ള പരിപാടി ഇല്ല. അമ്മയിലിട്ടിട്ട് അരച്ച് എത്ര വട്ടാണ് അവർ ഈ എന്താ പറയുക, അരക്കെട്ട് എത്ര വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുക. അത് വലിയൊരു എക്സസൈസാണ്, വ്യായാമമാണ്. അപ്പം എന്താ ഇതൊക്കെ പറയുന്നതെന്നറിയാം? നമ്മൾ എന്താ ഇനി നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്? നമ്മൾ പിന്നെ പ്രമേഹം കുറയണം. എന്താ ഇതിന് പരിഹാരം? നമ്മുടെ സിസ്റ്റത്തിലേക്ക് തിരിച്ചു പോവുക.
10 സെന്റ് മതി. ഇപ്പം പോളിത്തീൻ കവറുകൾ മണ്ണ് നിറച്ചിട്ട് വരെ ടെറസിന്റെ മുകളിൽ വരെ ചേനയും ചേമ്പും ഇല്ലേ? ഇഷ്ടം പോലെ ഉണ്ടാക്കണില്ലേ? ഒരു 3 സെന്റ് ആണെങ്കിൽ 5 സെന്റ് അതുപോലെ മതി. പക്ഷെ നമ്മൾ അടിത്തറയിലേക്ക് തിരിച്ചു പോകണം. ചില ആളുകൾ എന്നോട് ചോദിക്കും, ഉസ്താദേ ഇപ്പോഴത്തെ ഈ എന്താ പറയുക, നമ്മൾക്ക് വിത്ത് കിട്ടുന്നതൊക്കെ പിന്നെ നമ്മളെ പുതിയ വളമൊക്കെ ചെയ്തതാണല്ലോ, ഇവരോടൊക്കെ. എന്താണെങ്കിലും ഇത് മണ്ണിലുണ്ടാകണതല്ലേ, അതിന്റെ ഗുണമുണ്ടല്ലോ, അതിന്റെ ഒരു ഗുണമുണ്ടല്ലോ. മണ്ണിലല്ലേ ഉണ്ടാകുന്നത്, അപ്പൊ അതിന്റെ ഗുണം ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ ഇന്ന് ഒരു പച്ചക്കറി എന്ന പേരിൽ ഉപയോഗിക്കുന്ന പലതും അത് നമ്മുടേതല്ല. ഇപ്പൊ തക്കാളി 20-ാം നൂറ്റാണ്ടിലാണ് കേരളത്തിലേക്ക് വരുന്നത്. 20-ാം നൂറ്റാണ്ടിൽ നമുക്ക് തക്കാളി ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. തക്കാളി വേണ്ടെന്നല്ല, തക്കാളി നമ്മുടെ നാട്ടിലെ മുതലേ അല്ല. 20-ാം നൂറ്റാണ്ടിലാണ് കേരളത്തിലേക്ക് തക്കാളി വരുന്നത്. അതിന് മുമ്പ് തക്കാളി ഇവിടെ ഇല്ല. മനസ്സിലുണ്ട് പറഞ്ഞത്. എന്താ പറയുക, ഇതൊക്കെ പുറം രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിൽ വന്നതാ. നമ്മുടെ നാട്ടിൽ വിഭവേയല്ല ഈ സാധനമൊക്കെ. എൻ്റെ വല്യപ്പ എൻ്റെ കുട്ടിക്കാലത്ത് വല്യമ്മയോട് പറയുന്നത് എൻ്റെ ഓർമ്മയിലുണ്ട്. എന്താ പെണ്ണെ ഇപ്പോൾ പുതിയൊരു സാധനം ഇറങ്ങിയിട്ടുണ്ടല്ലോ, കക്കാളിയോ ഇതാന്ന് പറഞ്ഞ മാതിരി കേൾക്കുന്നുണ്ടല്ലോ. തക്കാളി എന്ന് പറയാൻ വല്യപ്പാക്ക് വയ്യ, എന്നിട്ട് കക്കാളി എന്നാണ്. നമ്മുടെ നാട്ടിൽ വിഭവം അല്ല, അത് ഇടക്കാലത്ത് വന്നതാണ്, ലാസ്റ്റ് വന്ന സാധനമാണ് തക്കാളി. ഇന്നിപ്പോൾ തക്കാളിയാണ് അവരുടെ സിസ്റ്റത്തുമായി ബന്ധപ്പെട്ടതാണ്, വേണ്ടെന്ന് പറയല്ല. പക്ഷെ അത് നമ്മുടെ സിസ്റ്റത്തിൽപ്പെട്ടല്ല. ഞാൻ തക്കാളി ഉപേക്ഷിക്കണമെന്ന് പറയല്ല. പക്ഷെ അതൊക്കെയാണ് ഇപ്പം നമ്മൾ പുറത്തുനിന്ന് വന്ന സാധനങ്ങൾ നമുക്ക് വലിയ സംഗതിയാണ്. ഇപ്പം സവാളക്ക് എൻ്റെ കുട്ടിക്കാലത്ത് പറയുന്നത് ബോംബായി ഉള്ളി എന്നാണ്. നമ്മളെ നാട്ടിലെ ഉള്ളി അല്ല അത്, ബോംബായി ഉള്ളി പറയാ, ബോംബായി ഉള്ളി അങ്ങനെയാണ് പറയാ. നമ്മളെ നാട്ടിലെ മുളകല്ല ചീനമുളക്, നമ്മളെ നാട്ടിലെ മുളകല്ല. നമ്മളെ നാടൻ സാധനം, ഉദാഹരണം പറയാ കാന്താരി, നമ്മളെ മറ്റേ ചെറിയ ചീരമുളക്, ചെറിയ മുളക്, അതൊക്കെ നമ്മളെ നാട്ടിലെ മുതലാണ്. പക്ഷെ ആ സാധനത്തിന് ഇപ്പൊ ഈ നാട്ടിൽ മാഷിട്ട് തന്നെ കിട്ടാനില്ല. വലിയ വിലയാണ്. ഇപ്പൊ മാർക്കറ്റിൽ നിന്ന് ഈ മുളക് വാങ്ങാൻ വലിയ വിലയാണ്. ഇതോ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഒരു കാലത്ത്, അത് നമുക്കിന്ന് ഉപയോഗത്തിലില്ല. അപ്പൊ ഞാനിവിടെ പറഞ്ഞുകൊണ്ടുവരുന്നത് എന്താണ്, നമുക്ക് പ്രമേഹം നിയന്ത്രിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? പ്രമേഹം നിയന്ത്രിക്കാൻ ആയുർവേദ മരുന്ന് കുടിക്കല്ല വേണ്ടത്, നമ്മുടെ ശരീരം സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരിക. നമ്മളെ ശരീരം സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നേ മതിയാവും. ഇപ്പൊ എൻ്റെ ഭാര്യ ഈ സസിൽ ചോദിക്ക്, എനിക്ക് ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിനെ അറിയുന്ന വരുന്നുണ്ട്. ഞാൻ ഇന്നലെ ഭക്ഷണം ഇവിടുന്ന് പോയി തിരിച്ചു വൈകുന്നേരം, പിന്നെ ഉച്ചഭക്ഷണമൊന്നും അങ്ങനെ കഴിച്ചില്ല. പിന്നെ ഞാൻ 5 മണിക്ക് കഞ്ഞി കുടിച്ചു. എന്താ കഞ്ഞി? നല്ല തേങ്ങ ഇട്ട് നല്ല കുത്തരി, നല്ല തവിട് കളയാത്ത കുത്തരിയിലേക്ക് തവിട് കളയാത്ത കുത്തരി വെച്ചിട്ട് ആ കഞ്ഞിയിലേക്ക് കുറച്ച് തേങ്ങ ചിരണ്ടിയിട്ടു. അത് നല്ല ഒരു കൊഴുപ്പ് ഇതിനുണ്ടാവും. പ്രത്യേകിച്ച് എന്താ പറയുക, അതിന് കുറച്ച് തവിടും അതിലുണ്ട്, കുറച്ച് തേങ്ങ നമ്മളെ മുതലുമാണ്. വല്ലാത്തൊരു വിഭവമാണ് തേങ്ങ. ആ കഞ്ഞി അതന്നെ. പിന്നെ 5 മണിക്ക് പിന്നെ ഭക്ഷണമില്ല, പിന്നെ ഭക്ഷണമില്ല. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു ആത്മവിശ്വാസമുണ്ട്, ഞാനൊരു മോശപ്പെട്ട ഭക്ഷണം കഴിച്ചിട്ടില്ല. അതേസമയത്ത് നിങ്ങൾ ബിരിയാണി കഴിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടാവില്ല. എന്തൊക്കെയാണ് അവയിൽ കൂട്ടിയിട്ടുള്ളത്, നമുക്കൊരു ആത്മവിശ്വാസമില്ല. നമ്മൾ തിരിച്ചു വരണം. നമ്മൾ കണ്ടതൊക്കെ തിന്നുന്നത് നിർത്തണം. ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ പ്രകൃതി വിഭവങ്ങൾ ദിവസം 1 വട്ടെങ്കിലും കഴിക്കുക. അത് നമ്മുടെ എന്താ പറയുക, അത് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ വിഷാംശങ്ങളെ ഇല്ലാതാക്കാനും നമ്മുടെ കാര്യങ്ങളെ ബാലൻസ് ചെയ്യാനും അത് ഉപകരിക്കും. ആരോഗ്യമാണ് വേണ്ടത്. പള്ളിയിലെ കസേര ഒഴിവാക്കി താഴെ മണ്ണിൽ 80 ചില്ലാനം വയസ്സ് ജീവിച്ച ആളാണ് എൻ്റെ ബാപ്പ. കസേരയിൽ ഇരുന്നിട്ട് നിസ്കരിക്കുന്നത് ആയുസ്സിൽ ഞാൻ കണ്ടിട്ടില്ല. ആയുസ്സിൽ 1 വട്ടം കസേരയിൽ ഇരുന്ന് എൻ്റെ ബാപ്പ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല.
നിസ്കരിച്ചിട്ടില്ല. അവസാനം വയസ്സെത്തിയപ്പോൾ എന്താ പറയുക, ഒരാൾ വാപ്പാനെ സഹായിക്കുന്ന ഒരു ആളുണ്ട് ഉണ്ടായിരുന്നു. അയാളെ ഒപ്പം പള്ളിയിൽ കൊണ്ടുപോയിട്ട് എന്താ പറയുക, സുജൂദിൽ നിന്ന് ഖിയാമിലേക്ക് രണ്ടാമത്തെ റക്അത്തിൽ ഒന്ന് താങ്ങി കൊടുക്കാൻ ഒരാളൊന്ന് അങ്ങനെ കൈയൊരിച്ച് താങ്ങി കൊടുക്കും, എന്നിട്ട് എണീക്കും. എന്നാലും എന്ത് ചെയ്തില്ല, കസേരയിൽ ഇരുന്നിട്ടില്ല. ഇന്നിപ്പോൾ ഒരു 35-40 വയസ്സായ എവിടെ കയറി, കസേര കയറി. ഇനി മിക്കവാറും നമ്മളെ പള്ളിയിൽ കസേര മാത്രം അല്ലേ. പറഞ്ഞ തമാശ. ഇത് എവിടേക്ക് എത്തുമ്പോൾ എന്തുകൊണ്ട് നമ്മളെ സിസ്റ്റത്തെ നമ്മൾ പുറകോട്ട് പോയപ്പോൾ നമ്മുടെ ആരോഗ്യം ക്ഷയിച്ചുപോയി. അപ്പോൾ സിസ്റ്റത്തിലേക്ക് തിരിച്ചു വരിക തന്നെ വേണം. നമ്മുടെ നാട്ടിലെ വിഭവങ്ങളെ നമ്മൾ കഴിക്കണം. 16-ാം നൂറ്റാണ്ടിലോ 17-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലോ ബ്രസീലിൽ നിന്ന് ആണ് കപ്പ കേരളത്തിൽ വരുന്നത്. പിന്നെ അത് കപ്പ സാർവത്രികമാക്കാൻ തിരുവിതാംകൂർ രാജാക്കന്മാർ, പ്രത്യേകിച്ച് വിശാഖം തിരുനാൾ മഹാരാജാവ് 19-ാം നൂറ്റാണ്ടിൽ ഇത് പ്രധാന ആഹാരമാക്കാൻ വേണ്ടി പ്രചാരണം നടത്തി. അതിനുശേഷമാണ് കഞ്ഞിയോട് കൂടെയോ കഞ്ഞിക്ക് പകരോ ചോറിന് പകരമോ ഒക്കെ പ്രധാന വിഭവമായിട്ട് കപ്പ വരുന്നത്. 19-ാം നൂറ്റാണ്ടിൽ 16-17 നൂറ്റാണ്ടിൽ കേരളത്തിൽ വന്ന കപ്പ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭക്ഷണ വിഭവമാക്കുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് വിശാഖം തിരുനാൾ മഹാരാജാവാണ്. തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജവംശം, പ്രത്യേകിച്ച് വിശാഖം തിരുനാൾ മഹാരാജാവ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു. അതിന് മുമ്പ് കപ്പക്ക് ഒരു പ്രാധാന്യം നമ്മളില്ലാതെ വരുത്തനായ സാധനവുമാണ്. എന്നാൽ പോഷകങ്ങളുടെയും ആരോഗ്യത്തിൻ്റെയും കാര്യത്തിൽ ചേന, ചേമ്പ്, കാച്ചിൽ എന്നിവ കപ്പയേക്കാൾ എത്രയോ മുകളിലാണ്. കപ്പക്ക് അതിൻ്റെ ഒരു പ്രാധാന്യം ഇല്ല എന്നല്ല, പക്ഷെ നമ്മുടെ നാടൻ വിഭവങ്ങളിൽ കിടക്കുന്ന ചേന, ഓക്സ്ഫോർഡിൻ്റെ പഠനത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ലോകത്തെ ഏറ്റവും വലിയ കാർഷിക വിഭവങ്ങളിൽ എല്ലാ വൈറ്റമിൻസും അടങ്ങിയ കാർഷിക വിഭവങ്ങളിൽ ഏറ്റവും മുന്തിയ ഇനത്തിലാണ് എന്ത്, ചേന എന്ന് ഓക്സ്ഫോർഡിൻ്റെയും കാംബ്രിഡ്ജിൻ്റെയും ഒക്കെ പഠനങ്ങളുണ്ട്. എന്ന് വളരെ വളരെ കുറഞ്ഞ ഗ്ലൈസമിക് ഇൻഡെക്സ് മാത്രമാണ് അത് വളരെ ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ആണ് ഇതിലടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് എന്താണ് എന്തെന്നാൽ ഈ കപ്പയുടെ അവസ്ഥ എന്തെന്നാൽ കപ്പയിൽ പിന്നെ സ്റ്റാർച്ച് വളരെ കൂടും. അതുകൊണ്ട് ഉണ്ടാകുന്ന കപ്പയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചെങ്കിൽ അത് ദഹനപ്രക്രിയ വേഗത്തിലാക്കുമെന്ന് മാത്രമല്ല, ശരീരത്തിൽ പഞ്ചസാരയുടെ അളവ് രക്തത്തിലേക്ക് പെട്ടെന്ന് കയറാൻ കപ്പ വളരെ കൂടുതൽ പ്രയോജനപ്പെടും. അതായത് കപ്പ കഴിച്ച ഒരാൾക്ക് പെട്ടെന്ന് ഷുഗറിൻ്റെ വേരിയേഷൻ പെട്ടെന്ന് വരും. അതേസമയത്ത് ചേന കഴിച്ചവർക്ക് അങ്ങനെ വരില്ല. രണ്ടും വ്യത്യാസമാണ്. പ്രമേഹത്തെ തടയാനാണ് ചേന പലപ്പോഴും പ്രമേഹത്തെ തടയാനാണ് ഉപകരിക്കുക എങ്കിൽ കപ്പ നേരെ എതിരാണ്. കപ്പയുടെ ഗുണമില്ല എന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ പ്രകൃതിദത്ത വിഭവം ആയ ഈ ചേന, ചേമ്പ് പോലെയുള്ള വസ്തുക്കളിലേക്ക് ചേർത്ത് നോക്കിയാൽ കപ്പയിൽ അതിൻ്റെ ഗുണങ്ങൾ അതിനനുസരിച്ചില്ല എന്ന് ലോകത്തെ അതിപ്രധാനപ്പെട്ട പഠനങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയാം, കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സിൽ ഒരു പ്രത്യേക തരം കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ആണ് ഈ ചേനയിലും ചേമ്പിലും കാച്ചിലും അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ഉള്ള ഗുണം എന്തെന്നാൽ അത് ശരീരത്തിലേക്ക് ഈ പഞ്ചസാരയുടെ അളവിനെ ശരീരത്തിലേക്ക് കയറ്റുന്നത് വളരെ സാവധാനത്തിലാക്കാനുള്ളൊരു കഴിവ് ചേനക്കും ചേമ്പിനും കാച്ചിലിനുമുണ്ട്. ആ ഒരു കഴിവ് കപ്പയ്ക്കില്ല. ചേനയിലും ചേമ്പിലും കാച്ചിലും ഒക്കെ കപ്പയേക്കാൾ എത്രയോ മടങ്ങ് ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്. ഫൈബറുകൾ, നാരുകൾ അടങ്ങിയിട്ടുണ്ട്. കപ്പയിൽ ഫൈബർ ഇല്ല എന്നല്ല, പക്ഷെ ചേനയിലും ചേമ്പിലും കാച്ചിലുമുള്ള അളവ് കപ്പയേക്കാൾ വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ടുള്ള കാര്യം എന്താണ്? ദഹനം സുഗമമാക്കും, മലബന്ധത്തിനെ തടയും. അതായത് മലബന്ധം ഉണ്ടാവൂല. ചേന, ചേമ്പ്, കാച്ചിൽ കഴിക്കുന്നവർക്ക് മലബന്ധം കുറയും. കുടലിൻ്റെ ആരോഗ്യത്തിന് ചേനയും ചേമ്പും കാച്ചിലും വളരെ നല്ലതാണ്. അതേപോലെ തന്നെയാണ് ആൻറ്റി ഓക്സിഡൻറ്റുകൾ, വൈറ്റമിൻസ്, ഇതെല്ലാം കാച്ചിലിലും ചേമ്പിലും ചേനയിലും അടങ്ങിയ അളവ് മറ്റൊന്നിനും അടങ്ങിയിട്ടില്ല. ഉദാഹരണം പറയാം, കാവത്തിൽ ആന്തോസയാനിൻ എന്ന ഒരു ഘടകമുണ്ട്. ഈ ഘടകം കൊണ്ടാണ് അതിനെ മുറിക്കുമ്പോഴത്തിന് കളറ് മാറുന്നത്.
ആന്തോസയാനിൻ എന്നൊരു പ്രത്യേകമായ ഘടകം ഈ കാവത്തിൻ്റെ ഉള്ളിൽ ഉണ്ട്. അത് ഹൃദയാരോഗ്യത്തിന് വളരെ നല്ലതാണ്. സ്ഥിരമായി കഴിക്കുന്ന ആളുകൾക്ക് ഹാർട്ട് അറ്റാക്ക് കുറയും. വളരെ ചിന്തിക്കണം. അതായത് ഹാർട്ട് അറ്റാക്ക് കുറയാൻ വളരെ ഉപകരിക്കുന്ന ഒരു പദാർത്ഥമാണ് എന്ത്? കാച്ചിരി എന്ന് ഇന്ന് നമ്മൾ പറയുന്ന കാവത്ത്. ഇതിപ്പോൾ ഹാർട്ട് അറ്റാക്ക് വളരെ 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 കൂടി. ഒരു കാലത്ത് അതൊന്നും കേട്ടുകേൾവി പോലുമില്ല നമ്മുടെ നാട്ടിൽ. ഇന്നത് വളരെ കൂടി. എന്തുകൊണ്ടെന്നാൽ അവരുടെ ഭക്ഷണത്തിൽ ഇത്തരം സാധനങ്ങൾ ഉണ്ടായിരുന്നു. വൈറ്റമിൻ എ, വൈറ്റമിൻ സി എന്നിവ ചേമ്പിൽ ധാരാളമുണ്ട്. ഇത് രോഗപ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിക്കും. അതായത് ആവശ്യമില്ലാതെ ഒരു മരുന്ന് കഴിക്കേണ്ടി വരില്ല. ചേമ്പ് കഴിച്ചാൽ തന്നെ മതി. ചേമ്പിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. ചേമ്പ് ഇതൊക്കെ പെണ്ണുങ്ങൾ എഴുതി വെക്കണം. പ്രത്യേകിച്ച് ഞാൻ പറയട്ടെ, ഞാനീ പറഞ്ഞ മാത്രമല്ല, നിങ്ങളൊരു പഠനം നടത്തി എന്നിട്ട് ചേന, ചേമ്പ്, കാവത്ത് പോലത്തെ അഥവാ കാച്ചിൽ ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ നിങ്ങളുടെ ഡൈനിങ് റൂമിൽ എഴുതി വെക്കി. എന്നിട്ട് ആ സാധനം ഉപയോഗിക്കണം എന്ന് കുട്ടികളെ പഠിപ്പിക്കുക.